വലിയ ശാസ്ത്രജ്ഞന്മാർ ഡാർവിൻ്റെ തിയറി കൂടുതൽ ശരിയാണെന്ന് കൊണ്ടിരിക്കുകയാണ്. അതിന് കൂടുതൽ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡാർവിൻ്റെ തിയറി എക്സ്പെരിമെൻ്റലായിട്ടും കൂടെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് ശാസ്ത്രജ്ഞനാണ് ഈ ഡാർവിൻ്റെ തിയറി കംപ്ലീറ്റ് തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഡാർവിൻ്റെ തിയറി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തിൻ്റെ വാദം. തീർച്ചയായും അദ്ദേഹത്തിന് അങ്ങനെ വാദിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ വസ്തുത അതല്ല. ഡാർവിൻ ജീവപരിണാമം എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രകൃതി നിർദ്ധാരണം വഴി ജീവികളിൽ മാറ്റമുണ്ടാകുന്നു എന്നാണ്. നാച്ചുറൽ സെലക്ഷൻ വഴി. ഈ നാച്ചുറൽ സെലക്ഷൻ വഴി ജീവികളിൽ മാറ്റമുണ്ടാകുമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ജീവികൾക്കൊരു സീക്വൻസ് ഉണ്ടാകുമെന്നാണ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലനിൽക്കുന്ന സ്പീഷീസുകൾ, ആ സ്പീഷീസുകളിൽ നിന്ന് ഒരു സ്പീഷീസിൽ നിന്ന് അടുത്ത സ്പീഷീസായി മാറുന്നതിന് ഒരു സീക്വൻസ് ഉണ്ടാകും, ഒരു ക്രമം ഉണ്ടാകുമെന്നാണ്. ഡാർവിൻ്റെ ഒറിജിനൽ സ്പീഷീസിൻ്റെ ആദ്യത്തെ പതിപ്പ് മുതൽ ഇന്നത്തെ പതിപ്പ് വരെ വായിച്ചാൽ നമുക്ക് ആ കാര്യം മനസ്സിലാകും. ഈ സീക്വൻസ്, ഈ മാറ്റം, നാച്ചുറൽ സെലക്ഷൻ വഴി ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റത്തിൻ്റെ മെക്കാനിക്സ് എന്താണ് എന്ന് ഡാർവിൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നിയോ ഡാർവിനിസ്റ്റുകൾ ആയ പിൽക്കാലഘട്ടത്തിലുള്ള ആളുകൾ അതിൻ്റെ മെക്കാനിക്സായി പറഞ്ഞത് മ്യൂട്ടേഷനാണ്, ഉൾപരിവർത്തനം. അഥവാ കോശങ്ങളിലുള്ള ക്രോമോസോമുകളിൽ എന്തൊക്കെ വഴിയുണ്ടാകുന്ന മാറ്റങ്ങളാണ് ജീവികളിലെ തലമുറകളിലേക്കുള്ള മാറ്റമായി പരിണമിക്കുന്നത് എന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവപരിണാമവാദികൾ പാലിയന്റോളജിക്കൽ എവിഡൻസസ് അഥവാ ഫോസിൽ തെളിവുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവപരിണാമത്തെ സ്ഥാപിച്ചു കൊണ്ടിരുന്നത്. അവരുടെ മുന്നിൽ രണ്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ജീവൻ്റെ ഉൽപ്പത്തി എങ്ങനെയാണ് ഉണ്ടായത്? രണ്ട്, ജീവപരിണാമത്തിന് പിന്നിലുള്ള മെക്കാനിക്സ് എന്താണ്? ഇവിടെ ജീവപരിണാമത്തിന് അവർ തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചത് ജീവികളുടെ ഒരു ശ്രേണി വെച്ചിട്ടാണ്. അഥവാ ഏകകോശ ജീവി, രണ്ട് കോശമുള്ള ജീവി, ബഹുകോശ ജീവി, അങ്ങനെ പോയിട്ട് നട്ടലുള്ള ജീവി, ആ നട്ടലുള്ള ജീവിക്ക് ഇങ്ങനെ പോയിട്ട് വലിയ ജീവി, ആ രൂപത്തിലുള്ള ഒരു ശ്രേണി. അപ്പോൾ ഡാർവിൻ പറഞ്ഞു വന്നത് ഈ ഒരു ശ്രേണിയിൽ സ്വാഭാവികമായും വ്യത്യസ്ത ജീവജാതികളുടെ സ്പെഷീസുകളുടെ നടുവിൽ ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ടാകും. ഈ ലിങ്ക്, മിസ്സിംഗ് ലിങ്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഉദാഹരണത്തിന് ഉരകങ്ങൾ, ഇഴജന്തുക്കളാണ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ചിറകുള്ള പക്ഷികളായി തീർന്നത്. ഡാർവിൻ്റെ വാദമാണ് ഞാൻ പറയുന്നത്. അതിന് ഇഴജന്തുക്കളിൽ നിന്ന് പക്ഷികൾ ഉണ്ടാകുമ്പോൾ പക്ഷികൾക്ക് പൂർണ്ണമായ ചിറകുണ്ട്. അപ്പോൾ ഭാഗികമായി ചിറകുള്ള ജീവികൾ ഉണ്ടായിരുന്നിരിക്കണം. ആ ജീവികൾക്ക് നാച്ചുറൽ സെലക്ഷൻ ലഭിക്കാത്തത് കൊണ്ട്, അഥവാ പ്രകൃതിയിൽ അവക്ക് നിലനിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അവ നശിച്ചു പോയിരിക്കണം. അങ്ങനെ നശിച്ചു പോയ ജീവികളെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഫോസിൽ തെളിവുകൾ എടുത്താൽ എന്നാണ് ഡാർവിൻ പറഞ്ഞത്. അതിനാണ് പാലിയന്റോളജിക്കൽ എവിഡൻസസ് എന്ന് പറയാം. ഈ ഫോസിൽ തെളിവുകൾ തിരഞ്ഞ് ഡാർവിൻ 1850കളിൽ പുസ്തകം എഴുതിയിട്ട് ഇക്കാലഘട്ടം വരെ, അഥവാ 2 നൂറ്റാണ്ടിലോളം കാലം പരിണാമവാദികൾ തെരച്ചിലായിരുന്നു ഫോസിൽ തെളിവുകൾ. ഒരൊറ്റ മിസ്സിംഗ് ലിങ്കിൻ്റെ ഫോസിൽ ഇതുവരെ കിട്ടിയിട്ടില്ല, ഒരെണ്ണത്തിൻ്റേത്. ഇത് ഞാൻ വളരെ ബോധപൂർവമാണ്, എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തിനെ പരിശോധിക്കാവുന്നതാണ് ഞാൻ പറയുന്നത്. ഒരെണ്ണത്തിൻ്റേത് കിട്ടിയിട്ടില്ല. അതിനെന്താ തെളിവ്? അതിന് തെളിവ് ഞാൻ പറയാം. അതിന് തെളിവ് പരിണാമവാദികൾ തന്നെ പുതിയതായി ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയിരിക്കുന്നു. 1970കളുടെ അവസാനത്തിൽ പരിണാമവാദികളിൽ അഗ്രേസരനായിരുന്ന സ്റ്റീഫൻ ജെ ഗോൾഡ് ഒരു പുതിയ സിദ്ധാന്തം ഉണ്ടാക്കി. അതിന് പറയുന്ന പേര് പങ്ക്ച്വേഷണൽ ഇക്വിലിബ്രിയം എന്നാണ്. വളരെ സങ്കീർണമായ സിദ്ധാന്തമാണ്. അതിൻ്റെ സങ്കീർണതകളിലേക്കൊന്നും ഞാൻ പോണില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു ജീവജാതിയിൽ നിന്ന് അടുത്ത ജീവജാതി ഉണ്ടാകണമെങ്കിൽ ഒരു മിസ്സിംഗ് ലിങ്കിൻ്റെ ആവശ്യമില്ല എന്നാണ്. അഥവാ പെട്ടെന്നൊരു ചാട്ടം സംഭവിക്കാം ജീവജാതികൾ തമ്മിൽ നിന്നാണ്. അതിനുള്ള തെളിവുകളാണ് അദ്ദേഹം നിരത്താൻ ശ്രമിച്ചത്. അതിനെയാണ് സിദ്ധാന്തവൽക്കരിക്കാൻ ശ്രമിച്ചത്. അഥവാ മിസ്സിംഗ് ലിങ്ക് ഉണ്ടാകുമെന്ന ഡാർവിൻ്റെ പ്രതീക്ഷ
1.5 നൂറ്റാണ്ട് കാലത്തെ പരമാവധി പരിശ്രമത്തിൽ നിന്ന് പരാജയപ്പെട്ടപ്പോൾ പുതിയൊരു സിദ്ധാന്തം ഉണ്ടാവുകയാണ് ചെയ്തത്. ആ സിദ്ധാന്തമാണ് പങ്ക്ച്വേഷണൽ ഇക്വിലിബ്രിയം. അദ്ദേഹം പറയുന്നത്, ചുരുക്കം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഒരാൾക്കുരങ്ങ് ഒരു ദിവസം ചിലപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞിനെ പ്രസവിക്കാം. അങ്ങനെ മനുഷ്യക്കുഞ്ഞിനെ പ്രസവിച്ചാൽ അതിനാണ് ഒരു സ്പീഷീസിൻ്റെ ചാട്ടം എന്ന് പറയുക. നേർക്ക് നേരെ അദ്ദേഹം ഇത് പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അദ്ദേഹം പറഞ്ഞ ആശയം സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണ്? മനുഷ്യൻ്റെയും ആൾക്കുരങ്ങിൻ്റെയും ഇടയിൽ ഒരുപാട് കണ്ണികൾ ഉണ്ടാകണം ഡാർവിൻ്റെ സിദ്ധാന്ത പ്രകാരം. പക്ഷേ ആ 1.5 നൂറ്റാണ്ട് കാലം നിരന്തരമായി പരിശ്രമിച്ചിട്ടും ഒരു കണ്ണിയെ പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒരു കണ്ണിയെ പോലും, ഒരെണ്ണത്തിന്. എന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ചാൾസ് ഡൗസനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ, പരിണാമവാദികൾ ഇല്ലാത്ത കുരങ്ങുകളെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്തിന്? ഇങ്ങനെ ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. അങ്ങനെയാണ് പിൽഡൗൺ മനുഷ്യനുണ്ടായത്. ആണ് പരിശോധിച്ച് നോക്കുക, പിൽഡൗൺ മാൻ. ഇപ്പോൾ നമുക്ക് ഗൂഗിളെല്ലാം ചെയ്യാം, പിൽഡൗൺ മാൻ എന്നൊന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി. എന്താ? പിൽഡൗൺ മാൻ ഉണ്ടാക്കിയത് ആരാ? ചാൾസ് ഡൗസൺ എന്ന ജീവപരിണാമവാദി. അദ്ദേഹം എന്തിനാ പിൽഡൗൺ മാൻ എങ്ങനെ ഉണ്ടാക്കിയത്? വളരെ സമർത്ഥമായി മനുഷ്യൻ്റെ തലയോട്ടിയിൽ ഒറാങ്ങൊട്ടാങ്ങിൻ്റെ താടിയല് വെച്ച് ഘടിപ്പിച്ചിട്ട് ഇത് മനുഷ്യൻ്റെയും കുരങ്ങിൻ്റെയും നടുവിലെ ജീവിയാണ് എന്ന് സമർത്ഥിച്ചു. നമ്മുടെ എല്ലാം ചെറുപ്പത്തിൽ ജീവപരിണാമത്തിൻ്റെ പരിണാമവൃക്ഷത്തിൽ ഒരു ജീവിയായി പിൽഡൗൺ മനുഷ്യനെ പഠിച്ചു. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ മനസ്സിലായി പിൽഡൗൺ മനുഷ്യൻ ഒരു ഫോർജറി ആയിരുന്നു എന്ന്. ശാസ്ത്ര ചരിത്രത്തിൽ ഇത്രയധികം ഫോർജറി നടന്ന മറ്റൊരു മേഖലയുമില്ല ജീവപരിണാമത്തെ പോലെ. അപ്പോൾ ജീവപരിണാമം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടൊരു ശാസ്ത്ര സിദ്ധാന്തമേയല്ല. ഇനി ഏത് ശാസ്ത്രജ്ഞരാണ് എതിര് പറഞ്ഞത് എന്നാണ്. ജീവപരിണാമത്തെ പോലെ തന്നെ മറ്റൊരു പരിണാമവാദത്തെ പോലെ തന്നെ പാശ്ചാത്യ നാടുകളിൽ ക്രിയേഷനിസം എന്നൊരു ഒരു തത്വശാസ്ത്രം തന്നെയുണ്ട്. അത് ക്രിയേഷനിസ്റ്റുകൾ ശാസ്ത്രജ്ഞന്മാരാണ്, ബയോളജിസ്റ്റുകളാണ്. അതിൻ്റെ നേതാവ് തന്നെ ഹെൻറി മോറിസ് ഉണ്ട്. അതേപോലെ ഒരുപാട് ആളുകളുണ്ട്. അവർ ജീവപരിണാമത്തിനെതിരെയുള്ള തെളിവുകൾ ഇഷ്ടം പോലെ നിരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ പറയുന്നത് രണ്ടും അതിനെയും അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യല്ല, മറിച്ച് ജീവപരിണാമം ഇദ്ദേഹം പറഞ്ഞതുപോലെ, അഥവാ നേരത്തെ സൂചിപ്പിച്ച മഹാനായ ജീവശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞതുപോലെ അല്ല കാര്യം. മറിച്ച് റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞ ഗോഡ് ഡെലൂഷൻ എന്നത് അയാളുടെ ചെറുപ്പകാലഘട്ടത്തിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മനോഭ്രമത്തിൽ നിന്ന് അദ്ദേഹത്തിന് തോന്നിയ ഒരു ആശയം മാത്രമാണ്. യഥാർത്ഥത്തിൽ ദൈവമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ഓരോ പ്രപഞ്ചത്തിൽ ഓരോ ചെറിയ കണികയും വിളിച്ചു പറയുന്ന സത്യമാണ്. ജീവപരിണാമം എന്ന ആശയം അടിസ്ഥാനരഹിതമാണ്. അതിന് ശാസ്ത്രീയമായ ഒരു തെളിവുമില്ല.